അധികാരത്തിനു വേണ്ടി അമ്മയെ കൂട്ടിക്കൊടുക്കാനും തയ്യാറായിട്ടുള്ള ഒരു ജനത ഈ രാജ്യത്ത് മുമ്പുണ്ടായിരുന്നു. അധികാര കസേരയിൽ അമർന്നിരുന്നാൽ മതിയായിരുന്നു അവർക്ക്. ചവിട്ടി നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോഴും അവർക്ക് ഭാരത് മാതാ കീ ജയ് പറ്റില്ല, വന്ദേ മാതരം പറ്റില്ല, ഈ രാജ്യം ഒരു മേഖലകളിലും ജയിച്ച് കാണൽ അവർക്ക് പറ്റില്ലായിരുന്നു. അവർക്ക് വേണ്ടത് ഇൻഷാ അല്ലാഹ് ഇൻകിലാബ് എന്ന് പറയുന്ന, എവിടെയും അല്ലാഹു അക്ബർ മാത്രം മുഴങ്ങി പൊട്ടിത്തെറിക്കുന്ന, ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്ന, കഴുത്തറുക്കുന്ന മതരാഷ്ട്രമായിരുന്നു. അതിനുവേണ്ടി രാജ്യത്തിന്റെ മാറിടം പിളർത്തിയിട്ട് 20 ലക്ഷത്തോളം വരുന്ന അമുസ്ലിങ്ങളായിട്ടുള്ള ഹൈന്ദവരെ കൂട്ടക്കൊല നടത്തിയ കോൺഗ്രസിന്റെയും മത തീവ്രവാദികളായിട്ടുള്ള മതരാഷ്ട്രത്തിനു വേണ്ടി, മതവിഭാഗത്തിന്റെ വിജയത്തിനു വേണ്ടി മുസ്ലിം ലീഗിന്റെയും കൂട്ടുനിന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന വിഭജനത്തെ കുറിച്ചിട്ടാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ദിവസം നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നമ്മളിപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നുണ്ടല്ലോ. ശരി, 80 വർഷത്തിന്റെ പുറകിലേക്കൊന്ന് പോകേണ്ടി വരും നമ്മൾ, ഒരു നിമിഷത്തേക്കെങ്കിലും. ലാഹോറിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തിയ ട്രെയിനുകളിൽ നിറയെ ശവങ്ങൾ. ചിലതിന് കാലില്ല, ചിലതിന് കൈയില്ല, ചില ബോഡികൾക്ക് തലയുമില്ല. എത്രയെത്ര ട്രെയിനുകളാണ് ശവവും കൊണ്ട് ഭാരതത്തിലേക്ക് കുമിഞ്ഞുകൂടിയത്. അവർക്ക് വേണ്ടത് എന്തായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. അങ്ങനെ ഒരു മുസ്ലിം രാജ്യത്തിനു വേണ്ടി മാത്രം കുറെ ആളുകൾ അവര് ജനിച്ചു വളർന്ന വീടും നാടും ഉറ്റവരെയും ഉടയവരെയും ഒക്കെ വിട്ട് നാട് വിടേണ്ടി വന്ന കുറെ പച്ചയായ മനുഷ്യരുടെ യാഥാർത്ഥ്യ ജീവിതങ്ങൾ. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കളും, മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളും, ഇണകളെ നഷ്ടപ്പെട്ട ഇണകളും, സഹോദരങ്ങളെ നഷ്ടപ്പെട്ട സഹോദരങ്ങളും, അമ്മമാരെ നഷ്ടപ്പെട്ട പൈതലുകളും, ബലാത്കാരത്തിന് ഇരകളായിട്ടുള്ള സ്ത്രീകളും ചെറിയ പെൺകുട്ടികളുടെ നിലവിളികളും കൊണ്ട് ഭീകരമായിട്ടുള്ള ചില രാത്രികൾ. ഇത് കഥയോ സീരിയലോ സിനിമയോ നാടകമോ കാൽപ്പനിക കഥകളോ ഒന്നുമല്ല. കാശ്മീര് നേരിട്ട് അനുഭവിച്ച ഭീകരതയുടെ ദൃശ്യ സാക്ഷാത്കാരമാണിത്. 75ാം സ്വാതന്ത്ര്യ ദിനം ആചരിക്കാൻ പോകുന്ന സന്ദർഭത്തില് പാകിസ്ഥാനിലെ പല ഗ്രാമങ്ങളിലും 5 വർഷങ്ങൾക്ക് മുമ്പും ഹൈന്ദവ സമൂഹത്തിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, 5 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ യാഥാർത്ഥ്യങ്ങൾ ഇന്നിപ്പോഴിതാ 5 വർഷം പിന്നിടുമ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. 80ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് എത്ര മനുഷ്യന്മാര് ചോര ചിന്തിയിട്ടുണ്ട് എന്നൊന്ന് ചിന്തിക്കണം. ഒരു പക്ഷേ കാശ്മീർ വിഭജനത്തിൽ നിന്ന് നമ്മളൊന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ, കാശ്മീരിലെ കൂട്ടക്കൊലയിൽ നിന്നും, മലബാർ കലാപത്തിൽ നിന്നും, മാറാട് കലാപത്തിൽ നിന്നും നമ്മളൊന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനിയും ഇതൊക്കെ നമ്മളും സാക്ഷികളാകും, ആവർത്തിക്കപ്പെടും. ജോഗേന്ദ്രനാഥ് മണ്ഡൽ, അദ്ദേഹത്തെ കുറിച്ച് നമ്മളൊന്ന് അറിയണം. ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു ഹിന്ദു. പാകിസ്ഥാൻ എന്ന മുസ്ലിം രാജ്യം ഉണ്ടാകണമെന്ന് വാദിക്കുകയും അതിനുവേണ്ടി ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ശക്തിയുക്തം ബോധവൽക്കരണം നടത്തുകയും അവരെ കൂട്ടി പാകിസ്ഥാനിലേക്ക് പോകുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അവിടെ എത്തി പാകിസ്ഥാന് വേണ്ടി അത്രയൊക്കെ ചെയ്താൽ അറ്റ്ലീസ്റ്റ് ഒരു നിയമമന്ത്രിയെങ്കിലും ആകട്ടെ. 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരു അഭയാർത്ഥിയെ പോലെ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. ആ മുസ്ലിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് നിലവിളിച്ചുകൊണ്ടായിരുന്നു അവിടെ നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് ഓടിയത്. അയാളോടൊപ്പം അയാളെ വിശ്വസിച്ച് പാകിസ്ഥാനിലെ സുഖസുന്ദരമായിട്ടുള്ള ഒരു മതേതര ജീവിതത്തിലേക്ക് പോയ വലിയ ഒരു വിഭാഗം മതേതര വിശ്വാസികൾ, ആ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുകയോ മതം മാറ്റപ്പെടുകയോ പലായനം ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്തു. ഒരു ജോഗേന്ദ്രനാഥ മണ്ഡലിൽ നിന്നും പാഠം പഠിക്കാത്ത ധാരാളം രാവൺ ചന്ദ്രശേഖർമാർ നമുക്ക് ചുറ്റും ഇന്നും ജീവിക്കുന്നു, ഒരു ഊഴം കാത്ത്. ഈ ഇവരൊക്കെ നേതാക്കന്മാരാകും എവിടത്തെ? പാകിസ്ഥാനിലെ. ഈ തിരിച്ചറിവാണ് മണ്ഡൽ നമുക്ക് നൽകിയത്. 20 ലക്ഷം ആളുകൾ കൊല്ലപ്പെടുകയും 2 കോടി ജനങ്ങൾ വീടും നാടും വിട്ട് പലായനം ചെയ്യപ്പെടുകയും ചെയ്യേണ്ടി വന്ന ആ വിഭജനത്തിന് കൂട്ടുപിടിച്ച കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും മുസ്ലിം ലീഗുകാരനും ഒന്നും ആ വിളികളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? ആ നിലവിളികളെ ഓർക്കാൻ ഈ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം, 80ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മയിലിരുന്നോട്ടെ.
നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു പെൺകുട്ടി അമിത്ഷായെയും നരേന്ദ്രമോദിയെയും ഒക്കെ വെല്ലുവിളിച്ചിട്ട് അലനെയും ത്വാഹയെയും വെറുതെ വിട്ടിട്ടില്ലെങ്കിൽ പിണറായി പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രൂപത്തില് പിണറായി പോലീസ് തെരേ നാം ഇസ്ലാമോഫോബിയ എന്ന് വെല്ലുവിളിച്ചത്? പാകിസ്ഥാന് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരേ സമയം സ്പ്ലിറ്റ് ആയ 2 രാജ്യങ്ങളാണല്ലോ. പാകിസ്ഥാൻ ഐക്യം പ്രഖ്യാപിച്ച് പ്രൊഫൈൽ പിക്ചറായിട്ട് കൊടുത്ത് പാകിസ്ഥാന്റെ പതാകയും കൊടുത്ത് 2017 ഓഗസ്റ്റ് 14 രാത്രി 9:26 അലന്റെ പേരിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. പാകിസ്ഥാന്റെ പ്രൊഫൈൽ ചിത്രം. അങ്ങനെയാണ് അവന് UAPA കേസിൽ പ്രതിയാകുന്നത്. ചായ കുടിക്കാൻ പോയപ്പോഴല്ല അലനെയും ത്വാഹയെയും പോലീസ് പിടിച്ചുകൊണ്ടുപോയത്. അവര് 2 പേരും വീട്ടിൽ കിടന്നുറങ്ങിയപ്പോഴോ സിനിമ കണ്ടപ്പോഴോ ക്രിക്കറ്റ് കളിച്ചപ്പോഴോ ഫുട്ബോൾ കളിച്ചപ്പോഴോ അല്ല. അപ്പോ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇനി അലനും ത്വാഹയ്ക്കും വേണ്ടി, അതായത് പാകിസ്ഥാൻ പതാകയ്ക്കൊക്കെ കുറച്ച് പോപ്പുലാരിറ്റി നമ്മുടെ നാട്ടിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. ആരാണെന്ന് കൂടി അറിയണ്ടേ അവർക്ക് വേണ്ടി വാദിച്ചത്? പേടിപ്പിക്കണം. അവര് നമ്മളെ അല്ല ഇനി പേടിപ്പിക്കേണ്ടത്. മോഡി അമിത്ഷാ പറഞ്ഞല്ലോ 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, മോദി ആ പറഞ്ഞ ഇഞ്ചുണ്ടല്ലോ, അമിത്ഷാ നിങ്ങളെ നിൽക്കുന്ന ഇഞ്ചുണ്ടല്ലോ, അത് നിങ്ങളുടെ അവസാനത്തെ ഇഞ്ചാണെന്ന് ഞാൻ കൊല്ലത്തിന് നിർത്തി വെച്ചോട് പറയണം. ഇതിന്റെ പിന്നിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇടമില്ല, നിങ്ങൾ വീണ് പോകും, സൂക്ഷിച്ചു എന്ന് അമിത്ഷായെ മോദിയെ നമ്മൾ കണ്ടു. ഒരു മുദ്രാവാക്യം വിളിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമോഫോബിക് ആവാൻ, മുസ്ലിം വിരുദ്ധമാവാൻ ഇവിടുത്തെ സർക്കാരിന് പറ്റുമെങ്കിൽ അതേ മുദ്രാവാക്യമാണ് അവർക്കെതിരെ വിളിക്കേണ്ടത്, അല്ലേ? ആസാദി മുദ്രാവാക്യം വിളിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ നമുക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു തരികയാണ്. എന്റെ ഒരു അനുഭവത്തിൽ നിന്ന്. എന്റെ ഒരു ഫ്രണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ ആസാദി വിളിച്ചു. എല്ലാവരും വിളിച്ചു, ഞങ്ങളും വിളിച്ചു, ഞാനും വിളിക്കാറുണ്ട്. പക്ഷെ അതിനിടയിൽ അവളോട് ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരി ഒന്ന് നിർത്താൻ പറഞ്ഞു. നീ ആ മുദ്രാവാക്യം വിളിക്കല്ലേ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. കന്യാകുമാരി ജനകീയമാക്കിയ ഒരു മുദ്രാവാക്യത്തെ എന്തിനാണ് ലെഫ്റ്റ് ലിബറൽ സുഹൃത്ത് നിർത്താൻ പറഞ്ഞത്? ആസാദി അവരുടെ മുദ്രാവാക്യമല്ലേ, എന്തിനാ നിർത്താൻ പറഞ്ഞത്? പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്, കശ്മീർ മാങ്കേന്നായിരുന്നു എന്റെ സുഹൃത്ത് പറഞ്ഞത്. അപ്പൊ അവളോട് ആസാദി നിർത്താൻ പറഞ്ഞു. കാരണം ആ ആസാദിക്ക് പ്രശ്നമുണ്ട്. കശ്മീരിൽ നിങ്ങൾ ആസാദി എന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പം എടുത്തോണ്ടോ. ഇവിടെ നിങ്ങൾ ആസാദി എന്ന് വിളിച്ചാൽ ഒന്നും ചെയ്യില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, RSSനെതിരെ ഇരിക്കുന്ന സമരത്തിൽ അവരെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ മുദ്രാവാക്യം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ മുദ്രാവാക്യങ്ങൾ? ആലോചിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ ഇസ്ലാമോഫോബിയെ ഏറ്റുവിളിക്കണം. അമിത്ഷാ തേരെ നാം, അമിത്ഷാ നിങ്ങളുടെ പേര് ഇസ്ലാമോഫോബിയ എന്നാണ്. ചെപ്പല ലിക്കർ, ചെപ്പല നക്കികളെ, നിങ്ങളുടെ പേര് ഇസ്ലാമോഫോബിയ എന്നാണ്. വിളിക്കില്ലേ? योगी मोदी तेरे नाम, तो दिल्ली पुलिस तेरे नाम, यूपी पुलिस तेरे नाम. അലനെയും താഹയും വെറുതെ വിട്ടില്ലെങ്കിൽ പിണറായി പോലീസ് तेरे नाम, तो यूपी पुलिस तेरे नाम. അലനും താഹയും ആരാണ് എന്ന് ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ കൊച്ച് ഇവരെയൊന്നും പറയണ്ട, ഇവരെയൊക്കെ ഇളക്കി വിട്ട് കളി കാണിക്കാനും ഇവരെ കളിപ്പിക്കാനും അത് ഗാലറിയിൽ ഇരുന്ന് കണ്ട് ആസ്വദിക്കാനും ഒരു വിഭാഗം ആളുകളുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ സ്വാതന്ത്ര്യ ദിനത്തിന് പാകിസ്ഥാൻ ആശംസകൾ നേരുകയും ഐക്യപ്പെടുകയും ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് നോക്കിക്കോ. അലനും ത്വാഹയും. പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്ന പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാവ് റജീബ് പൂവത്തൂരിന്റെ ആശംസ പാക് പതാകയുടെ ചിത്രം ഉൾപ്പെടെ ഫേസ്ബുക്കിൽ പങ്കുവച്ചാണ്. പുരോഗതിയും ഐക്യവും നിറഞ്ഞ പാകിസ്ഥാൻ വിജയിക്കട്ടെ എന്ന ആശംസകൾ. കോൺഗ്രസ് പത്തനംതിട്ട എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലും പാകിസ്ഥാനെ പ്രകീർത്തിച്ച് ഇയാൾ ലേഖനം എഴുതി. വിരളുമായി ഗൂഗിൾ ചേരുകയാണ്. ഗൂഗിൾ, ഇവിടെ കോൺഗ്രസിന്റെ രാഷ്ട്രവിരുദ്ധതയാണ് നമ്മൾ ചർച്ച ചെയ്തത്. സോണിയ അങ്ങ് ഡൽഹിയിൽ വന്ദേമാതരത്തെ പൂർണ്ണമായി ആലപിച്ചതിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ ഇവിടെ കേരളത്തിൽ ഇതാ കോൺഗ്രസുകാർ പാകിസ്ഥാനെ ജയ് വിളിക്കുന്നു, പാകിസ്ഥാനെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. അതായത് എവിടെ ആയിക്കഴിഞ്ഞാലും കോൺഗ്രസുകാരന്റെ രാഷ്ട്രവിരുദ്ധത ഓരോന്നായി മറന്നേക്ക് പുറത്തു വരികയാണല്ലേ?
KP തീർച്ചയായിട്ടും, അതായത് കോൺഗ്രസ്സുകാരന്റെ രാജ്യവിരുദ്ധതയും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സ്നേഹവും ഇങ്ങനെ മറന്നേക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിലെ പ്രമുഖനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് ഈ രീതിയിൽ പാകിസ്ഥാനെ പ്രകീർത്തിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും വിശദമായിട്ടുള്ള ഫേസ്ബുക്ക് ലേഖനവും ഒക്കെ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും സംഭവം വലിയ വിവാദമായതിനെ തുടർന്ന് ഇയാൾ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് മുങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഭയപ്പെട്ട് മുങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇയാൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഇയാൾ ഫേസ്ബുക്കിൽ ഇത്തരത്തിൽ പാകിസ്ഥാന് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ടുള്ള ഒരു കാർഡും ലേഖനവും അടക്കം പങ്കുവച്ചിരിക്കുന്നത്. അതിൽ ഈ പാകിസ്ഥാന്റെ പതാക അടക്കം അയാൾ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പാകിസ്ഥാനെ വലിയ രീതിയിൽ പ്രകീർത്തിച്ചുകൊണ്ടാണ് അയാൾ ആ സന്ദേശം അടക്കം എഴുതിയിരിക്കുന്നത്. സമാധാനവും പുരോഗതിയും ഐക്യവും നിറഞ്ഞ സമൃദ്ധമായ പാകിസ്ഥാൻ എന്നും ഉയരം കൊള്ളട്ടെ എന്നും മുന്നേറ്റവും മനുഷ്യസ്നേഹവും വിജയത്തിലേക്ക് നയിക്കട്ടെ തുടങ്ങിയിട്ടുള്ള വലിയ സന്ദേശങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇയാൾ കാർഡ് പുറത്തിറക്കിയിരിക്കുന്നത്. റെജി പൂവത്തൂർ എന്ന് പറയുന്ന പത്തനംതിട്ടയിലെ വളരെ പ്രബലനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത് നിന്നാണ് ഈ രീതിയിൽ പാകിസ്ഥാൻ സ്നേഹം അണപൊട്ടി ഒലിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇയാളുടെ ഫേസ്ബുക്ക് പരിശോധിക്കുമ്പോൾ ഇയാൾക്ക് മറ്റ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രത്യേകിച്ച് ആന്റണി MP അടക്കമുള്ള നേതാക്കളുമായിട്ടൊക്കെ തന്നെ വളരെ സഹകരിച്ച് നിൽക്കുന്ന ചിത്രങ്ങളടക്കം ഇയാൾ വ്യാപകമായിട്ട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇയാൾ ഈ രീതിയിൽ സ്വന്തം രാഷ്ട്രത്തോട് കൂറ് പുലർത്താതെ ഈ പാകിസ്ഥാനെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ രീതിയിൽ സമൂഹ മാധ്യമ ഇടപെടലുകൾ നടത്തിയ സംഭവം വലിയ വിവാദവും വലിയ പ്രതിഷേധത്തിനും അടക്കം ഇടവരുത്തുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രസ്നേഹികളായിട്ടുള്ള ആളുകൾ ഇന്നലെ തന്നെ ഇയാളുടെ പോസ്റ്റുകൾക്ക് കയറി വ്യാപകമായിട്ട് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രാത്രി തന്നെ ഇയാൾ പോസ്റ്റ് മുക്കി ഗൂഗിൾ സ്വാഭാവികമായും പ്രതിഷേധം ഉയരും. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇത് പിൻവലിക്കേണ്ടി വന്നു. പക്ഷേ ഈ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇയാളെ തള്ളിപ്പറയുന്ന ഏതെങ്കിലും സമീപനം ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇയാൾ പ്രാദേശിക കോൺഗ്രസ് നേതാവാണ്. ഈ MP-യുടെ കൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേതൃത്വവുമായി വലിയ ബന്ധം പുലർത്തുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും മാതൃകാപരമല്ല, ജനാധിപത്യ വിരുദ്ധമാണ്. ഒരു രാഷ്ട്രത്തെ, ഒരു ശത്രു രാജ്യത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രത്തെ അഭിനന്ദിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന സമീപനം ഉണ്ടായിട്ടുണ്ടോ? KP ഈ ഘട്ടം വരെയും അങ്ങനെ ഒരു നിലപാടോ സമീപനമോ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരം. പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ നിരവധി ജനപ്രതിനിധികൾ അടക്കമുള്ള ഒരു സ്ഥലമാണ്. ഒരാൾ പോലും ഇതിനെതിരായിട്ട് പ്രതികരിക്കുവാനോ അല്ലെങ്കിൽ ഇതിനെ തള്ളിപ്പറയുവാനായിട്ടോ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വരെയും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇതിൽ നിന്നൊക്കെ പുറത്തു വരുന്നത് കോൺഗ്രസിന്റെ തനി സ്വരൂപം തന്നെയാണ്. കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവിന്റെ ഭാഗത്തു നിന്നും ഈ രീതിയിൽ പരസ്യമായിട്ടുള്ള പ്രതികരണം ഉണ്ടായെങ്കിൽ പോലും കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളുടെയും മനസ്സിൽ ഇതൊക്കെ തന്നെയാണ് ചിന്ത, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് സമീപനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ദേശീയ നേതാക്കളുടെ ഉൾപ്പെടെ ആ ഭാഗത്തു നിന്നും പാകിസ്ഥാന് വേണ്ടിയിട്ട് അർപ്പിക്കുന്ന പിന്തുണ എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലാണ്. എല്ലാ കാര്യത്തിലും ഭാരതത്തിന് എതിരായിട്ട് ചിന്തിക്കുന്ന ഒരു കൂട്ടമാണ് ഈ വിഭാഗം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഒരു പ്രാദേശിക നേതാവിന്റെ ഭാഗത്ത് നിന്നും അത് പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെ മറ്റു നേതാക്കൾ വളരെ നല്ലത്. ഇത് കണ്ടോ, ഇവനെ പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് പാകിസ്ഥാനെ വാനോളം പ്രകീർത്തിച്ചവനാ. ഇവൻ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടിപ്പോ ഇവൻ അകത്താണ് കേട്ടോ. ഇങ്ങനെയാണോ എന്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത്? പാകിസ്ഥാനികള് പഹൽഗാമിലേക്ക് കയറി 29 പേരെ ലിംഗാഗ്രചർമ്മം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി കൊന്നപ്പോൾ ഇവൻ പറഞ്ഞതാ. നന്നായി, ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും, ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപെടുത്തും, മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കർക്കിച്ചു തുപ്പും, കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും, എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ചു ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും. കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി. ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും. സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ. ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല. നാരേ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെ എല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും. അവന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. പഹൽഗാമിൽ 29 പേരെ ജാതി ചോദിച്ചു, മതം ചോദിച്ച് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു കൊന്നപ്പോൾ, അപ്പോ നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാനെ പ്രേമിക്കുന്ന, പാകിസ്ഥാന് ഒരു ചെറിയ രൂപത്തിൽ ഒരു ഉറുമ്പ് പോലും കടിച്ചു വേദനയുണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന, തലയിൽ വെച്ചാൽ പേനരിക്കും തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ് പാകിസ്ഥാനെ നെഞ്ചോടടുക്കി പിടിച്ചിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരുടെ ചില പ്രസ്താവനകൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് അവർ വിമർശിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാക എടുത്ത് അവര് ചായ ടേബിള് തുടയ്ക്കുവാണ്. എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നു. പക്ഷെ ആ സമയത്താണ് പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആഘോഷിക്കുകയും പാകിസ്ഥാൻ ഭയങ്കര പുരോഗമന രാജ്യമാണ് എന്ന് അവകാശപ്പെട്ട് ഇന്ത്യയെ ചവിട്ടിത്തേക്കുകയും പഹൽഗാം ഭീകരാക്രമണത്തിൽ 29 പേരെ കൊന്നു, പക്ഷേ തൊട്ടുപോകരുത് പാകിസ്ഥാനെ എന്ന് പറയാൻ ഒരു മുസ്ലിം സ്ത്രീയും.
ഇപ്പൊ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു അറ്റാക്ക് നടത്തിയല്ലോ, അപ്പൊ തിരിച്ചടിക്കണമെന്നാണോ ആഗ്രഹം? അല്ല. എന്തുകൊണ്ടല്ല? ലൈക്ക് നമ്മളെ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ. അതേ നാണയത്തിൽ ലൈക്ക് ഭീകരവാദികള് അവരുടെ ബോധമില്ലായ്മ കാരണം ചെയ്ത കാര്യമാണ് ഇത്. അതിന് നമുക്കിടയിൽ വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് ഇവിടെ നടപ്പായാലും അവരാണ് വിജയിക്കുന്നത്, നമ്മളല്ല. പക്ഷെ എന്നാലും ഇപ്പൊ അവര് ചെറിയൊരു അറ്റാക്ക് നടത്തി, നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർ ഇതിനേക്കാളും വലിയൊരു അറ്റാക്ക് നടത്തിയാലോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണത് സംഭവിക്കാൻ തോന്നുന്നില്ല. നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ്. ലൈക്ക് ഹിന്ദു ആയാലും മുസൽമാൻ ആയാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള മെസ്സേജാണ് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടത്. ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പറിയണമെങ്കിൽ ഇങ്ങനെ ചില സന്ദർഭങ്ങൾ കൂടി ഉണ്ടാകണം എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. നന്ദി.